മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14:27. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. അനുകൂല സാഹചര്യങ്ങൾ മാത്രം ലഭിക്കുന്ന സമാധാനമല്ല, വിപരീത സാഹചര്യങ്ങളുടെ മധ്യത്തിലും ഉണ്ടായിരിക്കുന്ന സമാധാനമാണ് ജീവിതത്തിന് ആവശ്യം. ഒരു ചിത്രീകരണം വായിക്കുവാൻ സാധിച്ചത് ഇവിടെ ഉദ്ധരിക്കട്ടെ. കർത്താവ് തന്റെ മരണത്തിന് മുൻപ് ഒരു ഭാഗപത്രം തയ്യാറാക്കി തന്റെ വസ്ത്രം ഭടന്മാർക്കും ശരീരം അരിമത്യക്കാരൻ ജോസഫിനും കൊടുത്തു. സ്വന്തം ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചു. മാതാവിനെ യോഹന്നാന്റെ സംരക്ഷണയിലുമാക്കി. നിസ്സഹായരായ ശിഷ്യന്മാർ കാത്തുനിന്നു. അവർക്ക് കൊടുത്ത അവകാശമാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈശോയുടെ സമാധാനം അവർക്ക് കൊടുത്തു. അത് ലോകം തരുന്ന സമാധാനത്തിന് തുല്യമല്ല. കർത്താവായ ഈശോയിലൂടെ ലഭിക്കുന്ന സമാധാനം ഒരു രീതിയിലും ഇല്ലാതാക്കുവാൻ സാധിക്കില്ല. സാഹചര്യം വിപരീതമായാലും കർത്താവ് വരുന്ന സമാധാനം നിലനിൽക്കും. ഭൗതിക ഉപാധികളോട് അത് ബന്ധപ്പെട്ടതല്ല, ആത്മീയ മുഖാന്തരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. കർത്താവിന്റെ സമാധാനം സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അത് ശക്തമാണ്. എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ലെന്ന വിശ്വാസം നമുക്ക് സമാധാനം തരും. ജീവിക്കുന്ന ഈശോ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ സമാധാനമുള്ളവരായിരിക്കും. രാത്രിയിൽ വിജനസ്ഥലത്തൂടെ ഏകനായി സഞ്ചരിക്കുമ്പോൾ ഒരാളിലുണ്ടാകുന്ന ഭയം ഒരു സഹചാരിയെ ലഭിച്ചു കഴിയുമ്പോൾ ഇല്ലാതാകും. അതുപോലെ ഉയർത്തെഴുന്നേറ്റ ഈശോ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നയാൾക്ക് ഭയമുണ്ടായിരിക്കുകയില്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത അവകാശമായിരുന്നു അത്. ഈശോയുടെ സാമീപ്യം വിശ്വസിക്കുന്നവർ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനത്തിൽ ജീവിക്കും. സാഹചര്യങ്ങൾ തരുന്ന സമാധാനം മാറിപ്പോകും, എന്നാൽ ഈശോ തരുന്ന സമാധാനം മാറിപ്പോവുകയില്ല. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.